ഹലോ, അസ്സലാമലൈക്കും. അപ്പൊ നമുക്ക് ഇന്നൊരു ബ്രൈഡൽ ബൊക്കറ്റ് എങ്ങനെ മേക്ക് ചെയ്യാൻ നോക്കിയാലോ? അപ്പൊ ബായോ, നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാട്ടോ. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മള് ബൊക്കിന്റെ ഹോൾഡർ ഒന്ന് കുറച്ചു നേരം വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. നമ്മള് ഫ്ലവേഴ്സ് ഒക്കെ അതിലേക്ക് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെക്കുമ്പോ ഒന്ന് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിട്ടാട്ടോ നമ്മൾ ഇങ്ങനെ ഒന്ന് വെള്ളത്തിൽ ഡിപ്പ് ചെയ്ത് വെക്കണം. പിന്നെ അതിനുശേഷം നമ്മൾ ഫ്ലവേഴ്സ് ഒക്കെ ഇതാ വീഡിയോയിൽ കാണുന്ന പോലെ സ്റ്റിക്ക് എടുത്തിട്ട് ഗ്ലൂ ഗൺ തേച്ചിട്ട് നമുക്ക് ഓരോ ഫ്ലവേഴ്സും അതിലേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഓരോരുത്തരും ഇൻസുലേഷൻ ടാപ്പ് യൂസ് ചെയ്യണൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് ഒന്നും കൂടെ ഒന്ന് സ്ട്രോങ് ആയി നിൽക്കണത് പേഴ്സണലി തോന്നിയിരിക്കണത് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമ്പോഴാട്ടോ. എനിക്ക് ഇൻസുലേഷൻ ടാപ്പ് പെട്ടെന്ന് അതിന്ന് വരുന്ന പോലെ തോന്നിയിട്ടുണ്ട്. അത് കാരണം ഞാൻ അത് യൂസ് ചെയ്യലില്ല. ഞാൻ എപ്പോഴും ഗ്ലൂ ഗണ്ണ് വെച്ചിട്ടാട്ടോ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കല്. പിന്നെ അത് മാത്രല്ല, ഇതിലേക്ക് നമ്മൾ ടൂത്ത് പിക്കിന്റെ സ്റ്റിക്ക് യൂസ് ചെയ്യായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. എനിക്ക് പിന്നെ ഇത് പെട്ടെന്ന് കിട്ടിയ ഓർഡർ ആയതുകൊണ്ട് എന്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടായിരുന്നില്ല കേട്ടോ ടൂത്ത് പിക്കിന്റെ സ്റ്റിക്ക്. അതാവുമ്പോൾ നമുക്ക് കട്ടിയൊന്നും വേണ്ട, സൂപ്പറായിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാൻ പറ്റും, ചെറിയ സ്റ്റിക്ക് ആയതുകൊണ്ട്. ഈ വലിയ സ്റ്റിക്ക് എടുക്കുമ്പോൾ നമ്മൾ ഈ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തിട്ട് വേണം അതിലേക്ക് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ അതാ ഇവിടെ നമ്മൾ ഫ്ലവേഴ്സ് എല്ലാം ഇങ്ങനെ സ്റ്റിക്ക് ചെയ്തെടുത്ത് കഴിഞ്ഞു കേട്ടോ. ഇനിയിപ്പോ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് ഈ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. കാരണം എന്താ വെച്ചാ ടൂത്ത് പിക്ക് ആവുമ്പോൾ നമുക്ക് കുഴപ്പമില്ല, ചെറിയ സ്റ്റിക്ക് ആവുമ്പോൾ അതിലേക്ക് വെച്ചുകൊടുക്കാൻ സുഖമാണ്. ഇത് നമുക്ക് വലിയ സ്റ്റിക്ക് അതിലേക്ക് ഇറങ്ങി നിൽക്കൂല. അപ്പൊ നമ്മളിത് ഇതേപോലെ ചെറുതാക്കിയിട്ട് അതിന്റെ സ്റ്റിക്ക് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതാ നമുക്ക് ഈ ഫ്ലവേഴ്സ് ഒക്കെ ബൊക്കന്റെ ഹോൾഡർക്ക് ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കണം കേട്ടോ. അപ്പൊ അതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ നമുക്ക് അതിലേക്ക് തന്നെ ആക്കി കൊടുക്കാം. എന്നിട്ട് ഓരോ ഫ്ലവേഴ്സ് ആയിട്ട് അതിന്റെ ഓരോ ഹോൾസിലേക്കും നമുക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഒരു ഏകദേശം 15-18 ഫ്ലവർ എന്തോ നമുക്ക് ഇതിലേക്ക് ആവശ്യം വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. പിന്നെ നമ്മൾക്ക് ഓരോ ഫ്ലവേഴ്സിന്റെ വലിപ്പം അനുസരിച്ചിട്ട് ഇത് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ഈ വീഡിയോയിൽ കാണുന്ന പോലെ നമ്മൾ ഓരോ ഹോൾസിലായിട്ട് ഇങ്ങനെ ഓരോ ഫ്ലവേഴ്സ് ഒക്കെ ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക കേട്ടോ. പിന്നെ ഈ ഒരു കളർ കോമ്പിനേഷൻ നമുക്ക് കസ്റ്റമർ അയച്ചു തന്നായിരുന്നു കേട്ടോ. ഏകദേശം ഒരു കളേഴ്സ് എല്ലാ കളേഴ്സും വരുന്ന പോലെ ഒരു ഇൻക്ലൂഡ് ചെയ്യണ ഒരു ബൊക്കെ തന്നെയായിരുന്നു അവർ നമുക്ക് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതിനുള്ള അവൈലബിൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു ബൊക്കെ മേക്ക് ചെയ്യുന്നത്. അപ്പൊ അതാ വീഡിയോയിൽ കാണുന്ന പോലെ ഓരോ ഹോൾസിലും ഇങ്ങനെ നമ്മൾ ഓരോ ഫ്ലവേഴ്സ് ഇറക്കി വെച്ച് കൊടുക്കാട്ടോ. ഗ്യാപ്പ് ഇല്ലാതെ നോക്കണേ, ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിന്റെ ഒരു വൃത്തി ഉണ്ടാവൂല. അപ്പൊ ഇതാ നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ എല്ലാ ഹോൾസിലും നമ്മൾ സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിന്റെ അടിഭാഗത്തിലേക്ക് കൂടെ നമുക്ക് ബേബി ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കണം കേട്ടോ. ഞാനിവിടെ അതും പ്ലാസ്റ്റിക് തന്നെയാണ് എടുത്തിക്കണത്, ഒറിജിനൽ എല്ലായിട്ടും എടുത്തിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ബഞ്ചിന് നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് എടുത്തിട്ട് അതും ഇതേപോലെ തന്നെ സ്റ്റിക്കിലേക്ക് നമ്മൾ ഒട്ടിച്ചു കൊടുക്കട്ടോ ചെയ്യണത്. പ്ലാസ്റ്റിക് ആവുമ്പോൾ നമുക്ക് പ്രൈസ് കുറച്ചും കൂടെ അഫോർഡബിൾ ആവും. അതുകൊണ്ട് ഞാനിവിടെ പ്ലാസ്റ്റിക് എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതാ അതേപോലെ ഒരു സ്റ്റിക്കിലേക്ക് ആ ഒരു ഫ്ലവർ ബഞ്ച് വെച്ചിട്ട് നമ്മളിങ്ങനെ ഇൻസുലേഷൻ ടാപ്പ് ആട്ടോ, ഞാൻ അവിടെ ഇതിലേക്ക് ഇൻസുലേഷൻ ടാപ്പ് ആട്ടോ യൂസ് ചെയ്തിരിക്കണം. അപ്പൊ ഇൻസുലേഷൻ ടാപ്പ് ഇങ്ങനെ റോൾ ചെയ്തിട്ട് ആ സ്റ്റിക്കിലേക്ക് ആ ബേബി ഫ്ലവർ ഒക്കെ എല്ലാം നമ്മൾ ഒട്ടിച്ചു കൊടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ ഇതാ എല്ലാ ബേബി ഫ്ലവേഴ്സും നമ്മൾ ആ സ്റ്റിക്കിലേക്ക് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് ബൊക്കിന്റെ അടിയിലും കൂടെ ഓരോ ഹോൾസ് വരുന്നുണ്ട് കേട്ടോ. ആ ഓരോ ഹോൾസിലും നമ്മൾ ഈ ഒരു ബേബി ഫ്ലവേഴ്സ് നേരത്തെ ഫ്ലവേഴ്സ് വെച്ചപ്പോൾ തന്നെ ഇങ്ങനെ ഓരോ ഹോൾസിലേക്കും സ്റ്റിക്ക് ചെയ്ത് വെക്കുക കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വൈറ്റ് പേൾസും കൂടി ഇതിന്റെ ഇടയിൽ കൊടുക്കണ്ടായിരുന്നു കേട്ടോ. ഞാൻ പക്ഷെ അത് വീഡിയോ എടുക്കാനൊന്നും മറന്നു പോയതാണ്. ഞാൻ ഫൈനൽ ലുക്കിൽ അതേപോലെ വൈറ്റ് പേൾസ് ഒക്കെ വെച്ചിട്ടായിരുന്നു കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇതാ നമ്മൾ ഓരോ ഹോൾസിലും വെച്ച് നമ്മുടെ ഫ്ലവേഴ്സ് ഒക്കെ ഫിനിഷ് ആയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഹോൾസിലും നമ്മൾ ആ ബേബി ഫ്ലവേഴ്സ് ഇൻക്ലൂഡ് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ ബൊക്കന്റെ ഫൈനൽ ലുക്ക് വരുന്നത് കേട്ടോ. നമ്മൾ വൈറ്റ് പേൾസും കൂടി ഒട്ടിച്ചു കൊടുക്കണേ, അത് ഞാൻ വീഡിയോയിൽ എടുക്കാൻ മറന്നു പോയതാണ് കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടതിനാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ ടാറ്റ, ബൈ ബൈ.